ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം നാളൊന്നും വേണ്ട. ഒരു 2030 ആകുമ്പോൾ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടാൻ പാടില്ല എന്നുള്ള ഒരു അവസ്ഥ വരും. അതിന് പകരം ചേട്ടോ ചേച്ചിയെ ഇങ്ങനെയൊക്കെ വിളിച്ചാൽ മതി, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന 27-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുണ്ട്, ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. അത് ഈ വരുന്ന 27-ാം തീയതി റിലീസാണ്. പക്ഷേ അതിനി റിലീസാവോ ഇല്ലയോ എന്ന് സംശയമാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ റീജിയണൽ ഓഫീസല്ല, മുംബൈയിലെ സെൻസർ ബോർഡാണ് ഇതിന് കത്തിവെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഇതാണ്: ഈ സിനിമയുടെ പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിൽ ജാനകി എന്നുള്ള പേര് ഒഴിവാക്കണം. അത് സിനിമയുടെ ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല, അതിനകത്ത് ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നാണ്. അപ്പോൾ അതിനകത്ത് എവിടെയൊക്കെ ജാനകി എന്ന് വിളിക്കുന്നുണ്ടോ അതെല്ലാം കട്ട് ചെയ്ത് കളയണം. അതെന്താ കാരണം എന്ന് വെച്ചാൽ ജാനകി എന്ന് പറഞ്ഞാൽ സീതാദേവിയുടെ പേരാണ് പോലും, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായോ? ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഡബ്ബിങ്ങും കഴിഞ്ഞ് ഇറക്കി, അത് കഴിഞ്ഞിട്ടോ നമുക്ക് സെൻസറിങ്ങിന് വിടാൻ പറ്റുള്ളൂ. അത് ഓക്കെ. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ജാനകി എന്നുള്ളൊരു പേര് ആ സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധ്യമാവും? സുരേഷ് ഗോപി മാത്രമല്ലല്ലോ, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഇവരെല്ലാം വിളിക്കുന്നുണ്ട്, ജാനകി എന്ന് വിളിക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. വിളിക്കണമല്ലോ, അതിനകത്തൊരു 100 പ്രാവശ്യത്തോളം ജാനകി എന്നുള്ള പേര് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ട ഡബ്ബ് ചെയ്ത ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തി വീണ്ടും ജാനകി എന്ന് പേരിന് പകരം ജയന്തി എന്നോ അങ്ങനെ ഏതാണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നടപടിയുള്ള കാര്യമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇങ്ങനെ ഓരോ മതവിഭാഗങ്ങളും തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു കഥാപാത്രത്തിന് എന്ത് പേരിടും? ഏതാണ്ട് 30 കോടി ദൈവങ്ങളുണ്ട്, കൂടാതെ പുണ്യാളന്മാരായിട്ടും അല്ലാതെ വേറെ ഇതും. ഇങ്ങനെ ഓരോ മതവിഭാഗങ്ങളും ഞങ്ങളുടെ പുണ്യാളന്മാരുടെ പേരിടാൻ പറ്റില്ല, ഞങ്ങളുടെ ദൈവത്തിൻ്റെ പേരിടാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പര്യായ പദങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഈ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥികൾക്കായിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഈ ചിഹ്നങ്ങൾ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ചിഹ്നങ്ങൾ അതിനകത്തും നല്ല ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ കഥാപാത്രങ്ങളുടെ പേരും സിനിമയ്ക്ക് ഇടാൻ പറ്റുന്ന പേരും എല്ലാം കൂടെ നിങ്ങൾ ഒരു ലിസ്റ്റ് അങ്ങോട്ട് ആക്കിയിട്. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാനായിട്ടാ? ചേട്ടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണ്ട് മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, നീലകണ്ഠൻ എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ ഈ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ പണി വാലുംവെള്ളത്തിൽ കിട്ടിയേനെ. ആ സിനിമയ്ക്കൊക്കെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നോ? ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ രാമൻ, കൃഷ്ണൻ, അല്ലെങ്കിൽ മുഹമ്മദ്, അങ്ങനെയുള്ള ഗീവർഗീസ്, ഇങ്ങനെയുള്ള പേരുകളൊന്നും ഇടാൻ പറ്റുമല്ല. അതൊക്കെ ഓരോ മതവിഭാഗത്തിൻ്റെയൊക്കെ ആണല്ലോ. ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് വരും. ഇതിന് തൊട്ട് മുമ്പ് നടന്നൊരു വിവാദമാണ് എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ബജ്രംഗി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് ഹനുമാൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ അത് മാറ്റിച്ച്. ഞാനത് കഴിഞ്ഞ് സിനിമയൊന്നും കണ്ടില്ല, പക്ഷേ അത് ബൽദേവ് ആക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ബൽദേവ് ആക്കി എന്നൊക്കെ പറയപ്പെടുന്നു. അതാ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവം എവിടെ പോയി നിൽക്കും? എന്നാലോചിച്ച് നോക്കി. ഇപ്പം തന്നെ സിനിമയിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ മതങ്ങളുടെ പേരും എല്ലാം എടുത്തു പറയുമായിരുന്നു. അതിന് നമ്മൾ ആ രീതിക്ക് അങ്ങ് എടുത്തു വിടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹിന്ദു പെണ്ണ് ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ്റെ കൂടത്തിൽ ഒളിച്ചോടിയെങ്കിൽ പറയും, കണ്ട ക്രിസ്ത്യാനിയുടെ ഒളിച്ചോടി, അല്ല ഒരു ഹിന്ദു പയ്യൻ്റെ കൂട്ടത്തിലാണ് ഒളിച്ചോടിയത്, ഒരു 4ാം വേദക്കാരൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടി, ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് പറയുമായിരുന്നു. അതൊക്കെ നമ്മൾ ആ വഴിക്ക് വിടുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പറ്റുമോ? അപ്പോൾ അതൊന്നും സാധിക്കത്തില്ല. ഒരു സംഭാഷണം എഴുതുമ്പം അല്ലെങ്കിൽ ഒരു തമാശ എഴുതുമ്പോൾ പോലും ഒരുപാട് ശ്രദ്ധിക്കണം. ഇതൊക്കെ സത്യം പറയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമല്ലേ. അവനാണ് കണ്ട ക്രിസ്ത്യാനികളുടെ കൂടെ പോയി, അല്ലെങ്കിൽ കണ്ട ഹിന്ദുക്കളുടെ കൂടെ പോയി, ഇതൊക്കെ മനസ്സിൽ തട്ടിയാണോ അല്ലയോ എന്നൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം പോലെയൊക്കെ ഇരിക്കും. ഞാൻ പറഞ്ഞു വന്നത് കോമൺ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നൊരു ഭാഷയൊക്കെ തന്നെയാണ്. അത് സിനിമയിലും വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അങ്ങ് കണക്കിലെടുത്ത് അങ്ങ് പോകത്തുള്ളായിരുന്നു. പണ്ട് നിർമ്മാല്യ എന്ന് പറഞ്ഞ സിനിമയിൽ വെളിച്ചപ്പാട് ദേവിയുടെ മുഖത്ത് തുപ്പുന്നുണ്ട്. ഇപ്പോൾ വല്ല ആയിരുന്നെങ്കിലോ എന്ത് നടന്നാലും ഇവിടെ ഒരു സ്ഥലത്ത് ഓറഞ്ച് നിറമുള്ള ഷഡ്ഡി ഇടാൻ പാടില്ലെന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് വന്നെന്നും പറഞ്ഞ് മറ്റൊരു പ്രശ്നം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആലോചിക്കും, മതഭ്രാന്ത് അങ്ങ് കൂടിക്കൂടി വരിക. നമ്മളിപ്പോൾ 2025 നിൽക്കുന്നത്. ഞാൻ ആലോചിച്ച് നോക്കുമ്പം പണ്ടത്തെ കാലഘട്ടത്തിനേക്കാളും കൂടുതൽ മതവിദ്വേഷം കാര്യങ്ങളും എല്ലാം കൂടുതലാണ്. ഇനി വന്ന് അവനവൻ്റെ ജാതിയിൽപ്പെട്ടവരെ മാത്രം ആളുകൾ കൂട്ടുകൂടുകയുള്ളെന്ന് തോന്നുന്നു. അതെ, ഫ്രണ്ട്ഷിപ്പേ അങ്ങനെയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ജാതീയത കൂടാൻ വേണ്ടിയിട്ട്, മതഭ്രാന്ത് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ കുറേ എണ്ണം പാട്ടും പാടി ഇറങ്ങിയിട്ടുണ്ട്. അതങ്ങനെ കുറേ എണ്ണം.